പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഞാൻ ബിജു നാരായണൻ, പുളിക്കൽ അഗ്രോ ഫാംസിലെ സാരഥിയാണ്. ഈ തവണ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പുളിക്കൽ അഗ്രോ ഫാംസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഡിവിഷനൊന്നായ പെപ്പർ ഗാർഡനിലേക്കാണ്. ഈ പെപ്പർ ഗാർഡനിലെ 43 കുരുമുളക് ഇനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനലായുള്ള ബിജൂസ് പെപ്പർ ഗാർഡൻ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. പെപ്പർ ഗാർഡനിലെ ഇന്ന് 43 ഐറ്റം കുരുമുളകുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഹൈബ്രിഡ് ഐറ്റംസും ഉണ്ട്, പരമ്പരാഗത നമ്മുടെ നാടൻ ഇനങ്ങളുമുണ്ട്. നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് നാടൻ കുരുമുളക് ഇനങ്ങൾ, പാലംകൊട്ട, കുതിരംകൊട്ട, കരിമുണ്ട, കരിമുണ്ടി, അതേപോലെ തന്നെ ചെറുമണിയൻ, അയംപിരിയൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുരുമുളക് ഇനങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനകത്ത് പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണാനില്ല എന്നുള്ള കാര്യം പൂർണ്ണമായ സത്യമായ കാര്യമാണ്. അതേപോലെ തന്നെ 1961 കുരുമുളക് രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയ പന്നിയൂർ 1 ഉത്ഭവം തൊട്ട് ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങൾ വന്നിട്ടുണ്ട്. പന്നിയൂർ 1 തൊട്ട് 9 വരെ, വിജയ്, പൂമ്പുങ്കൽ, അതേപോലെ തന്നെ തെക്കൻ തുടങ്ങിയിട്ടുള്ള നാടൻ കൊടികൾ ഒരുവിധം, അതേപോലെ തന്നെ പുതിയ കൃഷിക്കാർ കണ്ടുപിടിച്ച സുവർണ തുടങ്ങിയിട്ടുള്ള വേറെ ഐറ്റംസോ ഒക്കെ നമ്മൾ ഹൈബ്രിഡ് ഇനത്തിനകത്ത്, കുരുമുളക് ഇനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഈ പെപ്പർ ഗാർഡൻ എന്നുള്ള സംവിധാനം യഥാർത്ഥത്തിൽ സാധാരണ ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃഷിയിടത്തിൽ സാധാരണ അതിൽ ഒരു 2 അല്ലെങ്കിൽ 3, അധികവും പന്നിയൂരൊന്ന്, കരിമുണ്ട, ഈ 2 ഇനങ്ങളിൽ പെടുന്ന കുരുമുളക് മാത്രമായിരിക്കും സാധാരണ അത് കൃഷിയിടങ്ങളിൽ ഉണ്ടാവുക. പിന്നെ ചില ഇടങ്ങളിൽ, ഇപ്പോൾ ഇടുക്കി, വയനാട് പോലെയുള്ള ചില മേഖലകളിൽ അവിടെയുള്ള പ്രാദേശിക ഇനങ്ങളിൽ 1 or 2 ഐറ്റവും കൂടെ സാധാരണ അതിൽ ഉണ്ടാകും. ഇങ്ങനെ എൻ്റെ കുരുമുളക് തോട്ടത്തിനകത്തും ആദ്യം ഒരു 2 or 3 ഇനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് കൂടുതൽ ഹൈബ്രിഡ് ഇനങ്ങളെ തപ്പിപ്പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ പല ഐറ്റങ്ങളും കൂടുതലായിട്ട് എനിക്ക് എൻ്റെ തോട്ടത്തിലേക്ക് വന്നത്. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കുരുമുളക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഈ കുരുമുളക് ചെടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും കുരുമുളക് മണികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാകണമെങ്കിൽ ഇവയെ അടുപ്പിച്ചടുപ്പിച്ച് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്ന വിധത്തിൽ ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു തോന്നലിലേക്ക് ഞാൻ എത്തി. പെപ്പർ ഗാർഡനിലെ 43 ഇനം കുരുമുളക് ഇനം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ പലപ്പോഴും എന്നോട് ചില ആൾക്കാർ, നമ്മളെ കണ്ണൂർ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തോട് കാര്യപ്പാ, ഈ ഇത്ര ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ നമുക്കൊരു കാര്യം എന്ന് ചോദിക്കുന്ന പല കൃഷിക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാര്യമുണ്ട്. ഈ കുരുമുളകുകളുടെ വൈവിധ്യത്തിൽ വ്യത്യസ്ത ഇനങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കുരുമുളകിനകത്ത് ഈ വ്യത്യസ്ത ഇനങ്ങൾ പ്രൊഡക്ഷൻ സൈഡിലും സെയിൽസിൻ്റെ സൈഡിലും കൃഷിക്കാരെ സംബന്ധിച്ചോളം ഗുണമുള്ള കാര്യമാണ്. ആദ്യം നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാം. കുരുമുളകിൻ്റെ ഉൽപ്പാദനത്തിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാം, കുരുമുളക് സാധാരണഗതിയായിൽ നല്ല പന്നിയൂർ 1 നല്ല വെയിൽ കിട്ടുന്നിടത്ത് ആണ് ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്നത്. പക്ഷെ തണലത്ത് കായ്ക്കുന്നത്, വരൾച്ചയെ പ്രതിരോധിക്കുന്നത്, വെള്ളക്കെട്ടിൽ വളരുന്നത് തൊട്ടു തുടങ്ങി ഒരുപാട് ഇനങ്ങളിൽപ്പെട്ട കുരുമുളകുകൾക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പുരയിടങ്ങൾ വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ചില കുരുമുളക് ഇനങ്ങൾ എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കാറില്ല. 1-2 വർഷങ്ങളാണ്, ഉദാഹരണത്തിന് പന്നിയൂർ 1-1.5 വർഷമാണ് ഏറ്റവും നല്ല വിളവ് കിട്ടുന്നത്. ചിലവ തണലത്ത് കായ്ക്കുന്നവയാണ്, ഉദാഹരണം പന്നിയൂർ 2, പന്നിയൂർ 5, വിജയ്, പൂമ്പുങ്കൽ, മഞ്ഞമുണ്ട തുടങ്ങിയ കുരുമുളക് ഇനങ്ങൾ തണലത്തും കായ്ക്കുന്നതാണ്. ചില കുരുമുളക് ഇനങ്ങൾ നല്ല വെയിൽ കിട്ടിയാലും വാടിപ്പോകാതെ വരൾച്ചയെ പ്രതിരോധിച്ച് നിൽക്കുന്ന ചില ഇനങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിനകത്ത് ഒന്ന് മഞ്ഞുമണ്ടിയാണ്, അതേപോലെ തന്നെ പന്നിയൂർ 8 ആണ്,
തുടങ്ങിയുള്ള കാര്യങ്ങളും അതിനകത്ത് മോശമല്ലാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ചില ചില ഉയർന്ന ഹൈറേഞ്ച് മേഖലകളിൽ നന്നായിട്ട് കായ തരുന്ന അയംപിരിയം പോലെയുള്ള വർഗ്ഗങ്ങളും നമ്മുടെ ഇതിനകത്തുണ്ട്. പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പന്മാർ, അത് പോർച്ചുഗീസുകാരായാലും ശരി, ഫ്രഞ്ചുകാരായാലും ശരി, ഇംഗ്ലണ്ടുകാരായാലും ശരി, അന്ന് ഇന്ത്യയിലേക്ക് അവർ വന്നത് കച്ചവടത്തിനാണ്. ആ കച്ചവടം സ്പൈസസിൻ്റെ കച്ചവടം. അതിനകത്ത് ഏറ്റവും പ്രധാനം കുരുമുളകായിരുന്നു. അന്ന് അവർ ഒരുപാട് കുരുമുളക് നമ്മുടെ നാട്ടിൽ നിന്ന് കപ്പൽ കയറ്റിക്കൊണ്ടുപോയി. പക്ഷെ അന്ന് കപ്പൽ കയറ്റിക്കൊണ്ടുപോയ ഒരു കുരുമുളകും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ള പന്നീരൊന്നോ അതേപോലെ പുതിയ ഐറ്റമോ ആയിരുന്നില്ല. അന്ന് അവർ കൊണ്ടുപോയത് കല്ലുവള്ളി, കരിമുണ്ടി, ഉതിരംകൊട്ട, ബാലംകൊട്ട തുടങ്ങിയിട്ടുള്ള പഴയ നാടൻ കൊടി ഇനങ്ങളിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ നാടൻ കൊടി ഇനങ്ങളുടെ കുരുമുളകായിരുന്നു അവർ കയറ്റിക്കൊണ്ടുപോയത്. ഇനി ഇപ്പം സംശയം, ഇതെങ്ങനെയാണ് ഒരു ഉണങ്ങിയ കുരുമുളക് തമ്മിൽ കണ്ട് തിരിയുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നത് കരിമുണ്ടി എന്ന് പറയുന്ന പഴയ നാടൻ കൊടിയാണ്. അതേപോലെ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന കരിമുണ്ടിയാണ് എടുത്ത കയ്യിലുള്ളത്. ഈ രണ്ട് കുരുമുളക് ഇനങ്ങളും എടുത്ത് അതിൻ്റെ മണവും അതിൻ്റെ വലുപ്പവും സൈസും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും രണ്ടിനമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ 25 ഇനങ്ങളിൽപ്പെട്ട കുരുമുളകിന്റെ ഉണങ്ങിയ കുരുമുളക് ഇന്ന് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാലത്ത് ഈ നാടൻ ഇനങ്ങൾക്കും ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടാകുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലത്തിൻ്റെ 4ഓളം എക്സ്പോർട്ടേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടത് ഈ നാടൻ ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ഇനങ്ങൾ. അപ്പോൾ അവരാണ് പലരും എന്നെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുരുമുളക് തമ്മിലുള്ള മണം, ഇതിൻ്റെ രുചി, ഇതിൻ്റെ എരിവിൻ്റെ കാഠിന്യം, കുറവ്, കൂടുതൽ, സുഖകരമായ എരിവ്, അങ്ങനെ ഓരോ എൻ്റെ അടുത്ത് ഞാനെടുത്ത് വെച്ച സാമ്പിളിനകത്ത് തന്നെ അവരെടുത്ത് നോക്കിയിട്ട് ഇന്ന ഗുണമുണ്ട് എന്ന് പറഞ്ഞു തന്നത് പലതുമുണ്ട്. ഇന്ന് ലോക മാർക്കറ്റിൽ ഏറ്റവും അധികം വില കുറച്ച് കൊടുക്കുന്നത് വിയറ്റ്നാം പെപ്പറാണ്. ആ വിയറ്റ്നാം പെപ്പറിനോട് മത്സരിച്ച് ലോക മാർക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം നിലനിർത്തുന്നത് ഇന്ത്യൻ കുരുമുളകിൻ്റെ ഗുണങ്ങളാണ്. അതിനകത്ത് തന്നെ വെറൈറ്റികൾ തേടിയിട്ടാണ് ഇപ്പോൾ എക്സ്പോർട്ടേഴ്സ് വരുന്നത്. അവർ പറയുന്നത് വെച്ചാൽ വിയറ്റ്നാം കുരുമുളക് ഏത് വിലയ്ക്ക് കുറച്ച് വിറ്റാലും നമ്മുടെ കുരുമുളക് അത് നല്ല ഇനങ്ങൾ, അതിനകത്ത് ഗോൾഡായിട്ടുള്ളത്, നല്ല മണമുള്ളത്, നല്ല എരിവുള്ളത്, അങ്ങനെ പല ഗുണങ്ങളിൽ നമ്മുടെ കുരുമുളക് ഇനങ്ങളെ തരം തിരിച്ചു കൊടുക്കാമെങ്കിൽ അത് നല്ല വിലയ്ക്ക് വിൽക്കാമെന്ന് തന്നെ എക്സ്പോർട്ടേഴ്സ് ഇപ്പം ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ അവർ ചോദിക്കുന്ന അളവ്, റിക്വയർമെന്റ്സ് മിനിമം ഒരു 500 കിലോ തൊട്ട് ടൺ കണക്കിന് സാധനമാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുക്കാൻ എനിക്ക് മാത്രമായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ട് കൂടുതൽ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളകിനകത്ത് നല്ല വില കിട്ടാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ പേരും പെരുമയും, നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പേരും പെരുമയും പഴയ പോലെ നിലനിർത്താനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. പെപ്പർ ഗാർഡനെ കുറിച്ചുള്ള ഈ വീഡിയോയിനകത്ത് ഞങ്ങൾ 43 ഇനങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ചെറിയ വീഡിയോകളിൽ പൂർണ്ണമായിട്ട് 43 ഇനങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് തന്നെ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ഒരു 5 മുതൽ 10 വരെയുള്ള കുരുമുളക് ഐറ്റങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോകളായിട്ട്, ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇടുന്നതാണ്. വ്യത്യസ്തമായ കുരുമുളക് കൃഷി രീതികളെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ സംഭരണ രീതികളെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അടക്കം, അതേപോലെ തന്നെ മറ്റ് കൃഷികളെക്കുറിച്ചൊക്കെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി വിജൂസ് പെപ്പർ ഗാർഡൻ നിങ്ങൾ സന്ദർശിക്കുക, അതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വീണ്ടും കാണുന്നവരെ ബൈ.